ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബയോളജിയിലെ ഒരു ക്ലാസ്സുമായിട്ടാണ്. അസ്ഥികൾ എന്നുള്ള ബയോളജിയിലെ പോർഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അസ്ഥികൂടത്തെക്കുറിച്ച് ഫസ്റ്റ് പറയാനുള്ളത്, അസ്ഥികളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓസ്റ്റിയോളജിയാണ്. അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത് ഓസ്റ്റിയോളജി എന്നാണ്. രണ്ട് തരത്തിലുള്ള അസ്ഥികൂടമാണുള്ളത്. ഒന്ന് എൻഡോസ്കെൽട്ടൻ, വേറൊന്ന് എക്സോസ്കെൽട്ടൻ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള അസ്ഥികളാണ് ഉള്ളത്. ഈ എൻഡോസ്കെൽട്ടൻ പറഞ്ഞ ആന്തരാസ്ഥികൂടം, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അസ്ഥികൂടത്തിനാണ് ആന്തരാസ്ഥികൂടം എന്നറിയുന്നത്. അതേസമയം എക്സോസ്കെൽട്ടൻ പറഞ്ഞാൽ ബാഹ്യ അസ്ഥികൂടം, ശരീരത്തിന് പുറത്ത് കാണുന്നതാണ് ബാഹ്യ അസ്ഥികൂടം. ഈ എക്സോസ്കെൽട്ടൻ കാണുന്നത് വണ്ട്, അതുപോലെ ആമ, ഒച്ച്, ഇവയിലെല്ലാം എന്താണെന്ന് വെച്ചാൽ ഞണ്ട്, ഇവയിലെല്ലാം എന്താണെന്ന് വെച്ചാൽ ബാഹ്യ അസ്ഥികൂടമുണ്ട്. ശരീരത്തിന് പുറത്തുള്ള അസ്ഥികൂടമാണ് ബാഹ്യ അസ്ഥികൂടം അല്ലെങ്കിൽ എക്സോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. ഇവ എന്തിനൊക്കെ സഹായിക്കും? ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ എക്സോസ്കെൽട്ടൻ സഹായിക്കുന്നത്. ഇനി എൻഡോസ്കെൽട്ടൻ ആന്തരാസ്ഥികൂടം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അസ്ഥികൂടത്തിനാണ് ആന്തരാസ്ഥികൂടം എന്ന് പറയുന്നത്. മൊത്തത്തിൽ അസ്ഥികൂടം എന്ന് പറയുന്നത് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? അസ്ഥികൂടം നമ്മളുടെ ശരീരത്തിന്റെ ആകൃതി നിലനിർത്താൻ, അതുപോലെ തന്നെ പേശിയുമായി ചേർന്ന് നമ്മുടെ സഞ്ചാരത്തിനെല്ലാം സഹായിക്കുന്നത് ഈ അസ്ഥികൂടങ്ങളാണ്. അപ്പോൾ എൻഡോസ്കെൽട്ടൻ, എക്സോസ്കെൽട്ടൻ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മുടെ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട്? 206 അസ്ഥികളാണുള്ളത്. അതാണ് 206 അസ്ഥികളാണുള്ളത്. പക്ഷെ കുട്ടികളിലൊക്കെയാണെന്ന് വെച്ചാൽ 300 അസ്ഥികളുടെ മേലെയുണ്ട്. അപ്പോൾ 206 അസ്ഥികളാണ് പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കാണപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 206 ആണ്. അപ്പോൾ എന്തിനൊക്കെ സഹായിക്കുന്നത്? ഞാൻ പറഞ്ഞു, നമുക്ക് ചലനത്തിന്, പേശികളുമായി ചേർന്ന് ചലനത്തിന് സഹായിക്കുന്നു, ശരീരത്തിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു, അതുപോലെ ശരീരത്തിന്റെ ചട്ടക്കൂടായിട്ട് നിലനിൽക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് അസ്ഥികളുടെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ നമ്മൾ പറഞ്ഞ നമ്മുടെ എൻഡോസ്കെൽട്ടൻ ആന്തര അസ്ഥികൂടമാണ് പറഞ്ഞു. ശരീരത്തിനുള്ളിലാണ് ഈ അസ്ഥികൂടം കാണപ്പെടുന്നത് പറഞ്ഞു. ഈ മനുഷ്യ ശരീരത്തിന്റെ അസ്ഥികൂടത്തിന് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അക്ഷാസ്ഥികൂടം എന്നും രണ്ടാമത്തത് അനുബന്ധാസ്ഥികൂടം എന്നും തരംതിരിക്കാം. ഇവ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? ഇതിന്റെ നമ്മുടെ അസ്ഥികൂടത്തിന്റെ പൊസിഷൻ അനുസരിച്ചാണ് അക്ഷാസ്ഥികൂടം എന്നും അനുബന്ധാസ്ഥികൂടം എന്നും തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ കണ്ടില്ലേ, ഈ നീല ഭാഗമാണ്, ഈ നീല പോർഷനാണ് എന്തെന്ന് പറയുന്നത് ആക്സിയൽ സ്കെൽട്ടൻ അല്ലെങ്കിൽ അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത്. ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്ന അസ്ഥികളാണ് ഇത് ഉൾക്കൊള്ളുന്നത്. അതാണ് ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്നതാണ് ഈ അസ്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തലയോട്ടിൽ എത്ര ഇതുണ്ട്? തലയോട്ടിൽ 29 അസ്ഥികളുണ്ട്. മാറലിൽ വന്നിട്ട് ഒരു അസ്ഥിയാണ് മാറലിലുള്ളത്. ഇനി വാരിയലിൽ വന്നിട്ട് 12 × 2 24 വാരിയലുകളുണ്ട്. നട്ടെല്ലിലോ 26 അസ്ഥികളുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് എത്ര എണ്ണം ഉണ്ട്? 24 26 എത്ര വരും? 50. 51 29 80. അപ്പൊ അക്ഷാസ്ഥികൂടം മൊത്തം 80 ആണ്. അപ്പൊ ബാക്കിയുള്ള 126 എന്ന് പറയുന്നത് എന്താണ്? അനുബന്ധാസ്ഥികൂടം, അപ്പെൻഡിക്കുലർ സ്കെൽട്ടൻ ആണ്. അപ്പോൾ അനുബന്ധാസ്ഥികൂടം ഏതാണ്? അനുബന്ധാസ്ഥികൂടം മൊത്തം 126 ആണ്. അവയെ അപ്പെൻഡിക്കുലർ സ്കെൽട്ടൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. കേന്ദ്ര അക്ഷത്തിലേക്ക്, അതായത് ആക്സിയൽ സ്കെൽട്ടനിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെയാണ് ഇവ ഉൾക്കൊള്ളുന്നത്. അപ്പൊ ഇതിന്റെ ധർമ്മം നോക്കി അറിയാം. ഇത് ശരീരത്തിന്റെ ആകൃതിക്കും, ബാക്കിയുള്ള ഈ അനുബന്ധാസ്ഥികൂടം അക്ഷാസ്ഥികൂടവുമായി ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെയാണ് നമ്മൾ അനുബന്ധാസ്ഥികൂടം എന്ന് പറയാം. ഇവ അനുബന്ധാസ്ഥികൂടം എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ ചലനത്തിന് മെയിനായിട്ട് സഹായിക്കുന്നതാണ് ഈ അനുബന്ധാസ്ഥികൂടം എന്ന് പറയുന്നത്. അതേസമയം അക്ഷാസ്ഥികൂടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചട്ടക്കൂട് ഉണ്ടാക്കുന്നതാണ് ഈ അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത്. അനുബന്ധാസ്ഥികൂടം ഞാൻ മൊത്തം പറഞ്ഞു 126 ആണെന്ന് പറഞ്ഞു. അപ്പോൾ തോൾ വലയത്തിൽ 4 ഉണ്ട്. കൈകളിലും കാലുകളിലും എത്ര ഉണ്ട്? 30 വീതമുണ്ട്. അപ്പോൾ രണ്ട് കൈകളുണ്ട്, 30 × 2 60. അതുപോലെ രണ്ട് കാലുകളുണ്ട്, 30 × 2 60, 120, 124. ശ്രോണി വലയത്തിൽ 2.
4 അങ്ങനെ മൊത്തം 126 അസ്ഥികളാണ് നമ്മുടെ അനുബന്ധ അസ്ഥികൂടത്തിലുള്ളത്. ഇനി തലയോട് എന്തിനെ സഹായിക്കാം? തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നവയാണ് തലയോടുകൾ എന്ന് പറയുന്നത്. ഇതില് കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. ഇതിലെ കീഴ്ത്താടി എല്ലിന് മാത്രം എന്താണുള്ളത്? ചലന സ്വാതന്ത്ര്യമുള്ളത്. അതുപോലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ ഉള്ളത് ഏതിലാണ്? നമ്മുടെ കീഴ്ത്താടിയിലാണ് ഏറ്റവും ബലമുള്ള എല്ലുകൾ ഉള്ളത്. മനുഷ്യരിൽ എത്ര കശേരുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നട്ടെല്ലിൽ 26 കശേരുക്കളാണ് ഉള്ളത്. ഈ നട്ടെല്ലിലെ 26 കശേരുക്കൾ ഇങ്ങനെ ഇതാക്കിയിട്ട് നിൽക്കുന്നതാണ്. ഇതിലെ ഏറ്റവും മേലത്തിനെ പറയാ അറ്റ്ലസ് എന്നും ലാസ്റ്റിലെ കശേരുവിനെ പറയാ കോക്കിക്സ് എന്നാണ്. എന്താണ് പറയാ? കോക്സിക്സ്. അപ്പൊ ഏറ്റവും മേലത്തെ അറ്റ്ലസ് എന്നും ഏറ്റവും താഴത്തെ കോക്സിക്സ് എന്നും ആണ് പറയുക. ഇനി നമ്മുടെ ഈ അസ്ഥികളുടെ ഘടന, ഈ അസ്ഥികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓസ്റ്റിയോസൈറ്റുകൾ അതുപോലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്നുള്ള സെല്ലുകൾ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഈ അസ്ഥികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അസ്ഥികൾ മനുഷ്യ ശരീരത്തിന്റെ 18% വരും. ശരീരത്തിന് ഘടനയും താങ്ങും സംരക്ഷണവും നൽകുന്നത് അസ്ഥികളാണ്. ഓരോ അസ്ഥിയെയും പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് പെരി ഓസ്റ്റിയം എന്ന് പറയുന്നത്. രക്തക്കൊഴലുകളും അസ്ഥികളിൽ രക്തക്കൊഴലുകളും നാഡികളും ലിംഫ് വാഹികളും കാണപ്പെടുന്നു. കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻ, ലവണങ്ങൾ എന്നിവ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നു. അസ്ഥികളുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ്. അപ്പോൾ ഈ അസ്ഥികൾക്ക് 2 തരം കോശങ്ങളാണുള്ളത്: ഓസ്റ്റിയോസൈറ്റുകളും ഓസ്റ്റിയോബ്ലാസ്റ്റുകളും. ഏതൊക്കെയാണ്? ഓസ്റ്റിയോസൈറ്റുകൾ, ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. ഈ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ അവയുടെ മെയിൻ ഇവിടെ എഴുതിയിട്ടുണ്ട്: അസ്ഥികളുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢമാക്കൽ എന്നിവ നിർവഹിക്കുന്ന അസ്ഥികളെ ഓസ്റ്റിയോബ്ലാസ്റ്റിക് കോശങ്ങളാണ്. പിന്നെ അസ്ഥി പൊതിഞ്ഞിരിക്കുന്ന ആവരണത്തെയാണ് എന്ത് പറയുന്നത്? പെരിയോസ്റ്റിയം. ഇതൊക്കെ കാണാതെ പഠിക്കേണ്ടതാണ്, പെരിയോസ്റ്റിയം. ഇനി അടുത്തത്, ഇതിൽ ഓൾറെഡി പറഞ്ഞിരുന്നു, കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻ, ലവണങ്ങൾ എന്നിവ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നു. അപ്പോൾ അസ്ഥികൾക്ക് ആവശ്യമായ മെയിൻ ആയിട്ടുള്ള മൂലകമാണ് കാൽസ്യം എന്ന് പറയുന്നത്. ഈ അസ്ഥികൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടും അതുപോലെ കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ്. എന്തൊക്കെയാണ്? കാൽസ്യം കാർബണേറ്റ്, അതുപോലെ കാൽസ്യം ഫോസ്ഫേറ്റ് എന്നീ സംയുക്തം കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അസ്ഥികൾക്ക് വേണ്ടിയുള്ള മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂലകമാണ് കാൽസ്യം എന്ന് പറയുന്നത്. ഈ കാൽസ്യം ഉണ്ടാവണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? കാൽസ്യം ആഗിരണം ചെയ്യാൻ പാടില്ല വെച്ചാൽ നമുക്ക് ആവശ്യമായ മൂലകമാണ് വിറ്റാമിൻ ഡി. ഈ വിറ്റാമിൻ ഡി പരമായിട്ട് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ത്വക്കിന്റെ അടിയിൽ ഉണ്ടാക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ കാൽഷ്യവും വിറ്റാമിൻ ഡിയും നമ്മുടെ അസ്ഥികൾക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. കാൽസ്യം എന്ന മൂലകവും അതുപോലെ വിറ്റാമിൻ ഡി എന്ന വിറ്റാമിനും മനുഷ്യ ശരീരത്തിന് ഏറ്റവും ആവശ്യമാണ്. ഇനി നമുക്ക് ഓരോ അസ്ഥികളെയും നമുക്ക് നേരെ നോക്കിയാൽ നമ്മുടെ കൈകൾ എടുക്കണം. അപ്പോൾ ഈ കൈകളിലുള്ള അസ്ഥികൾ എന്ന് പറയുന്നത് അതൊക്കെയാണെന്ന് വെച്ചാൽ ഹ്യൂമറസ്. അതാണ് ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫാലഞ്ചസ്. ഫാലഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ വിരലുകളിലെ അസ്ഥികളാണ് ഫാലഞ്ചസ് എന്ന് പറയുന്നത്. ഹ്യൂമറസ് എന്ന് പറയുന്നത് നമ്മുടെ തോളിൽ നിന്നും കൈമുട്ട് വരെയുള്ള അസ്ഥിനെയാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണം കൈയിലെ 2 അസ്ഥികളാണ് റേഡിയസ് അൾന. അതായത് ഈ കൈമുട്ടിൽ നിന്നും നമ്മുടെ ഈ മടക്കുന്നത് വരെയുള്ള അസ്ഥികളാണ് ഈ റേഡിയസും അൾനയും. കാർപ്പൽസും മെറ്റാകാർപ്പൽസും എന്താണ്? അത് കൈകളിലെ അസ്ഥികളാണ്. ഈ കാർപ്പൽസും മെറ്റാകാർപ്പൽസും ഇതെവിടെ നോക്കിയാൽ ഇവിടെയാണ് ഇത് കണ്ടോ? ഇത് ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്. ഇവിടെയാണ് ഫാലഞ്ചസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാലുകൾ നോക്കണമെന്ന് വെച്ചാൽ
നമ്മുടെ കാലുകൾ നോക്കുകയാണെന്ന് വെച്ചാൽ എന്താണ്? ഫീമർ. ഇവിടെ വരുന്ന അസ്ഥികൾ ഏതൊക്കെയാണ്? ഫിബുലയും ടിബിയും. ഫിബുല, ടിബിയ, ടാർസൽസ്, മെറ്റാടാർസൽസ്, ഫാലഞ്ചസ്. പിന്നെ ഈ നമ്മുടെ ഇവിടെ ഉള്ള കാൽമുട്ടിന്റെ അസ്ഥിനെ പറയുന്ന പേരാണ് പറ്റില്ല. പറ്റില്ല എന്നുള്ള ഓർത്ത് വയ്ക്കാം. പറ്റില്ല എന്നാണ് പേര്, നമ്മൾ പറ്റില്ല എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് എക്സാമിന് ഈസി ആയിരിക്കും. അപ്പോൾ കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പറ്റല്ല. പിന്നെ ഏറ്റവും വലിയ അസ്ഥി കണ്ടോ, നമ്മുടെ കാലിലുള്ള ഈ അസ്ഥിയാണ് ഏറ്റവും വലുത്. അതിന് പറയുന്ന പേരാണ് ഫീമർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊടയെല്ല്. അതാണ് തൊടയെല്ല് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ എല്ല്. അതവിടെയാണ് കാലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ എല്ല് ഏതാണ്? അത് സ്റ്റേപ്പിസ് ആണ്. ഏറ്റവും ചെറിയ എല്ല്. അതവിടെ കാണപ്പെടുന്നത് ചെവിയിലാണ് ഏറ്റവും ചെറിയ എല്ല് കാണപ്പെടുന്നത്. പിന്നെ ഈ പറ്റില പറഞ്ഞ കാലിന്റെ തൊടയലിനെയും അതുപോലെ കണ്ണൻ കാലിനെയും ബന്ധിപ്പിക്കുന്ന അസ്ഥിയാണ് എന്തെന്ന് പറയുന്നത്? മുട്ടുചിരട്ട, അല്ലെങ്കിൽ കാൽമുട്ട്, അല്ലെങ്കിൽ പറ്റില എന്ന് പറയുന്ന സാധനം. ഇനി തോൾവലയത്തിൽ ഏതൊക്കെയുണ്ട്? തോൾവലയത്തിൽ വന്നിട്ട് ക്ലാവിക്കിളുണ്ട്. അവിടെയുള്ള അസ്ഥികളുടെ പേരാണ് ക്ലാവിക്കിൾ. പിന്നെ സ്കാപ്പുല. എന്താണ്? ക്ലാവിക്കിളുണ്ട്, സ്കാപ്പുലയുണ്ട്. ഇത് മൊത്തം എത്ര? 2 നമ്പറാണുള്ളത്. ഈ ക്ലാവിക്കിളിനെ തന്നെ എന്തെന്ന് പറയുന്നു? ഹൊറിസോണ്ടൽ ബോൺ എന്ന് പറയും, ലിറ്റിൽ കീ, കോളർ ബോൺ എന്നെല്ലാം പറയുന്നത് ഇതിനെയാണ്, ഈ ക്ലാവിക്കിളിനെയാണ് ഇങ്ങനെ എല്ലാം പറയുന്നത്. ഇനി ഇതാണ് ശ്രേണിവലയം. മൊത്തം എത്ര ഉണ്ട്? ശ്രേണിവലയം 2 ഉണ്ട്. ഇതൊന്ന്, ഇത് 2. ഈ ശ്രേണിവലയം എന്ന് പറയുന്നത് 2 കോക്സൽ അസ്ഥികൾ ഉൾപ്പെട്ടാണ് ഈ ശ്രേണിവലയം 2 എന്ന് പറഞ്ഞു. അപ്പോൾ 2 കോക്സൽ അസ്ഥികൾ ഉൾപ്പെട്ടാണ് ഈ ശ്രേണിവലയം എന്ന് പറയുന്നത്. ഈ കോക്സൽ അസ്ഥികളിൽ ഏതൊക്കെയുണ്ട്? ഒന്ന് ഇലിയമുണ്ട്, ഇഷ്യമമുണ്ട്, പ്യൂബിസ് ഉണ്ട്. ഈ 3 അസ്ഥികളും ഒരുമിച്ച് ചേർന്നിട്ട് അസറ്റാബുലം എന്ന ഭാഗത്ത് ഒരുമിച്ച് ഒരു കുഴി ഉണ്ടാവും. ആ ഭാഗത്തിലേക്കാണ് എന്ത് വെക്കുക? നമ്മുടെ ഈ തൊടയല് വെക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ 2 ശ്രേണിവലയം ഉണ്ടെന്ന്. 2 ശ്രേണിവലയത്തിലും 2 ശ്രേണിവലയം പറയുന്നത് കോക്സൽ അസ്ഥികൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്, ഉൾപ്പെട്ടതാണ്. ആ കോക്സൽ അസ്ഥികൾ ഏതൊക്കെയുണ്ട്? ഈ ഇലിയം, ഇഷ്യം, പ്യൂബിസ് എന്നീ 3 അസ്ഥികൾ ജോയിൻ ചെയ്തിട്ടാണ് ഈ കോക്സൽ അസ്ഥിയായ ശ്രേണിവലയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 3 അസ്ഥികൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഒരു കുഴിയുണ്ട്. ആ ഭാഗത്തിലേക്കാണ് നമ്മുടെ തൊടയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട എല്ലുകൾ. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഏറ്റവും നട്ടലിന്റെ മേലെയുള്ള കശേരുവിനെ പറയുന്ന പേരാണ് അറ്റ്ലസ്. ഏറ്റവും താഴെയുള്ളതാണ് കോക്സിക്സ്. കയ്യിലുള്ളതാണ് ഏതൊക്കെ? ഫസ്റ്റത്തെ ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫാലഞ്ചസ്. കാലിലെ എല്ലുകളാണ് ഫീമർ, ഫിബുല, ടിബിയ, ടാർസൽസ്, മെറ്റാടാർസൽസ്, ഫാലഞ്ചസ്. കാൽമുട്ടിലെ അസ്ഥിന്റെ പേരാണ് പറ്റല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എല്ലുകൾ പഠിക്കാനുള്ളത്. അസ്ഥികൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മൂലകം എന്ന് പറയുന്നത് കാൽസ്യമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഓക്സിജൻ ആണ്. തരുണാസ്ഥികളുണ്ട്. തരുണാസ്ഥികൾ പറഞ്ഞാൽ അവ സോഫ്റ്റ് ആയിട്ടുള്ള അസ്ഥികളാണ്. നമ്മുടെ മൂക്ക്, ചെവി എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥികളാണ് എന്തെന്ന് പറയുന്നത്? തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. അവ വളരെയേറെ സോഫ്റ്റ് ആയിട്ടുള്ള എല്ലുകളാണ്. അപ്പോൾ ഇത് പറഞ്ഞു. ഇനി തരുണാസ്ഥി അവിടെ എഴുതിയിട്ടുണ്ട്. അസ്ഥികളെക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമായ യോജകകലയാണ് തരുണാസ്ഥി. കൈമുട്ടുകൾ, കാൽമുട്ടുകൾ, കണ്ണൻകാലുകൾ എന്നിവയിലും വാരിയലുകളുടെ അഗ്രങ്ങളിലും നട്ടെല്ല് കശേരുകൾക്കിടയിലും ചെവിക്കൊടയിലും മൂക്കിന്റെ അഗ്രഭാഗത്തും ശ്വസനനാളത്തിലും ഇവ കാണപ്പെടുന്നു. അസ്ഥികളുടെ അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന തരുണാസ്ഥി അസ്ഥിസന്ധികളിലെ ഘർഷണം കുറയ്ക്കുന്നു. ഇവയിൽ രക്തക്കൊഴലുകളോ നാഡികളോ ഇല്ല. രക്തക്കൊഴലുകളുടെ അഭാവം മൂലം തരുണാസ്ഥി ഇതര കലകളേക്കാൾ സാവധാനത്തിലാണ് വളരുന്നത്. അപ്പോൾ ഇതൊരു അസ്ഥികളുടെ ഈ ഒരു യോജക ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. ഈ 2 അസ്ഥികൾ ഇങ്ങനെ യോജിപ്പിക്കുന്ന സമയത്ത് ഒരു സാധാരണ ഒരു ഇത് വരച്ചിരിക്കുന്ന ഇതൊരു അസ്ഥിയാണ്. അപ്പോൾ ഇതിനെ പോയിട്ട് ഈ ഭാഗത്തുള്ളതാണ് തരുണാസ്ഥി എന്ന് പറയുന്നത്. എന്താണ്? തരുണാസ്ഥി. ഇതാണ് തരുണാസ്ഥി. ഇതെന്തിനെ സഹായിക്കും? അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തരുണാസ്ഥി സഹായിക്കുന്നത്. പിന്നെ സന്ധിയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ക്യാപ്സ്യൂൾ ഉണ്ടാവും. എന്താണ്? ക്യാപ്സ്യൂൾ.
സന്ധിയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ക്യാപ്സ്യൂൾ, എന്താണ് ക്യാപ്സ്യൂൾ. പിന്നെ ഉള്ളത് സൈനോവിയൽ സ്തരമാണ്. സൈനോവിയൽ സ്തരം എന്ന് പറഞ്ഞാൽ ഒരു സ്തരമാണ്. ഇതെന്ത് ചെയ്യും? ഈ സന്ധിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു സ്തരമാണ് ഈ സൈനോവിയൽ സ്തരം എന്ന് പറയുന്നത്. ഈ സൈനോവിയൽ ദ്രവം എന്ന് പറഞ്ഞാൽ ഈ സൈനോവിയൽ സ്തരത്തിന് താഴെ ഇവിടെ കാണപ്പെടുന്ന സ്തരമാണ് സൈനോവിയൽ ദ്രവം. അപ്പോൾ ഈ സൈനോവിയൽ ദ്രവം എന്തിനെ സഹായിക്കും? ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ സൈനോവിയൽ ദ്രവം പറഞ്ഞു, സൈനോവിയൽ സ്തരം പറഞ്ഞു, ക്യാപ്സൂൾ പറഞ്ഞു, സന്ധിയെ പൊതിഞ്ഞിരിക്കുന്ന ആവരണമാണ് ക്യാപ്സൂൾ എന്ന് പറഞ്ഞു. രണ്ട് അസ്ഥികൾ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിൽ പറയാനുള്ളത് സ്നായുക്കളാണ്. ഈ സ്നായുക്കൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ഇവ എന്തിനെ സഹായിക്കുന്നു? ഈ അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ പിടിച്ചു നിർത്തുന്നവയാണ് എന്തെന്ന് പറയുന്നത്? സ്നായുക്കൾ എന്ന് പറയുന്നത്. എന്താണ് ലിഗമെന്റ് അല്ലെങ്കിൽ സ്നായുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവ അസ്ഥികളെ ബലമായിട്ട് പിടിച്ചു നിർത്താൻ സഹായിക്കുന്നവയാണ് സ്നായുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള അസ്ഥിയുടെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ അസ്ഥിയുടെ ഘടനയിൽ എന്തുണ്ടാവും? ഒന്ന്, അവയെ പൊതിഞ്ഞിട്ടുള്ള ഒരു ആവരണമുണ്ട്. അസ്ഥി സന്ധിയെ പൊതിഞ്ഞിട്ടുള്ള ആവരണത്തിന് പേര് എന്താണ്? ക്യാപ്സ്യൂൾ എന്ന് പറയും. അപ്പോൾ ക്യാപ്സ്യൂൾ പറഞ്ഞാൽ എന്താണ്? സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗമാണ് ക്യാപ്സ്യൂൾ. പിന്നെ സൈനോവിയൽ സ്തരമാണുള്ളത്. അസ്ഥി സന്ധികളിൽ കാണപ്പെടുന്ന ഒരു അതിർവരമ്പിത ഇരുത്ത പാളി അല്ലെങ്കിൽ ആവരണമാണ് എന്തെന്ന് പറയുന്നത്? സൈനോവിയൽ സ്തരം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള ദ്രവമാണ് സൈനോവിയൽ ദ്രവം. അത് ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലൂബ്രിക്കേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഈ അസ്ഥികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് തരുണാസ്ഥികൾ. ഇവ എന്ത് ചെയ്യും? അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ സ്നായുക്കളുണ്ട്. സ്നായുക്കൾ എന്തിനാ സഹായിക്കുന്നത്? അവ ഈ അസ്ഥിസന്ധികളിലെ അസ്ഥികളെ ബലമായി പിടിച്ചു നിർത്തുന്നവയാണ് സ്നായുക്കൾ എന്ന് പറയുന്നത്. സന്ധികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന ആർത്രോളജി. ഇനി ഈ സന്ധികൾ എന്തിനാണ് സഹായിക്കുന്നത്? ഈ സന്ധികളിലൂടെയാണ് ഈ അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 3 തരത്തിലുള്ള സന്ധികളാണ് ഉള്ളത്. അതൊക്കെയാണ് തരുണാസ്ഥി സന്ധികൾ, പിന്നെ സൈനോവിയൽ സന്ധികൾ, പിന്നെ തന്തുക്കളാൽ നിർമ്മിതമായ സന്ധികൾ. അപ്പോൾ ഈ തരുണാസ്ഥി സന്ധികൾ എന്ന് പറഞ്ഞാൽ ഇവ തരുണാസ്ഥിയുടെ സഹായത്തോടു കൂടിയാണ് ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. ഇവ പറയുന്നത് വെച്ചാൽ നട്ടെല്ലിൻ്റെ കശേരുക്കളുടെ ഇടയിലുള്ള സന്ധികളാണ് ഈ തരുണാസ്ഥി സന്ധികൾ. ഇവ എന്തിനെ സഹായിക്കുക? ഇവ ഒരു പാർഷ്യലായിട്ടുള്ള മൂവ്മെന്റിനാണ് സഹായിക്കുക. അതേസമയം തന്തുക്കളാൽ നിർമ്മിതമായ സന്ധികൾ അല്ലെങ്കിൽ ഫൈബ്രസ് ജോയിൻസ്. എന്താണ് ഫൈബ്രസ് ജോയിൻസ്? ഇവ വന്നിട്ട് തലച്ചോറിലാണ് കാണപ്പെടുന്നത്. ഇവയിൽ എന്ത് സംഭവിക്കുന്നില്ല? ഇവ ഒരു മൂവ്മെന്റിനും അലോ ചെയ്യുന്നില്ല. തലയോട്ടിൽ കാണപ്പെടുന്നവയാണ് ഈ ഫൈബ്രസ് ജോയിൻസ് അല്ലെങ്കിൽ തന്തുക്കളാൽ നിർമ്മിതമായ സന്ധികൾ എന്ന് പറയുന്നത്. ഇവ ഒരു മൂവ്മെന്റും അലോ ചെയ്യുന്നില്ല. അതേസമയം തരുണാസ്ഥി സന്ധികൾ എന്ന് പറയുന്നത് നട്ടെല്ലിന്റെ ഭാഗത്താണ് കാണപ്പെടുന്നത്. ഈ ജോയിൻസ് ഒരു ചെറിയ പാർഷ്യൽ മൂവ്മെന്റ് മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. അതേസമയം സൈനോവിയൽ സന്ധികൾ എന്ന് പറയുന്നത് സൈനോവിയൽ സ്തരം ഒക്കെയുള്ള ഉപരിതലങ്ങളുടെ ഇടയിൽ ദ്രാവകമാണ് സൈനോവിയൽ അറ കാണപ്പെടുന്ന ഈ സൈനോവിയൽ സന്ധികളാണ്. അവ മൂവ്മെന്റിനെല്ലാം സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അസ്ഥികളുടെ ഘടന നമ്മൾ പറഞ്ഞു. ഇനി സന്ധികളെ പല വിധത്തിലുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഗോളാകൃതിയുള്ള ഗോളര സന്ധികൾ. ഇതവിടെ എഴുതിയിട്ടുണ്ട്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. ഇങ്ങനെ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലൂടെ ചലനം സാധ്യമാകുന്നു. ഈ ലിഗമെന്റ് ആണ് ഈ അസ്ഥികളെ അവിടെ പിടിച്ചു നിർത്തുന്നത്. ഈ ലിഗമെന്റ് എന്തുകൊണ്ടാണ് സാധാരണ ഉണ്ടാക്കിയിരിക്കുക? സാധാരണ ഈ ലിഗമെന്റ് അല്ലെങ്കിൽ സ്നായു എന്ന് പറയുന്നത് ഈ സംയോജകങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ ഈ അസ്ഥിസന്ധികളെ പൊതിഞ്ഞിരിക്കുന്ന ഭാഗമാണ് ക്യാപ്സ്യൂൾ. തരുണാസ്ഥി പറയുന്നത് എന്താണ്? അസ്ഥിയുടെ അറ്റത്ത് ഈ ഘർഷണം കുറയ്ക്കുക എന്നുള്ള രീതിയിൽ അസ്ഥിസന്ധിയിലെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? തരുണാസ്ഥി എന്ന് പറയുന്നത്. ഇവ എന്ത് ചെയ്യും? ഇവ ഘർഷണം കുറയ്ക്കും. അടുത്താണ് സൈനോവിയൽ സ്തരം എന്ന് പറഞ്ഞാൽ ഒരു അസ്ഥിസന്ധികൾക്കിടയിൽ ഒരു അതിർവരമ്പ് സൂക്ഷിക്കുന്ന
ഒരു സ്തരം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ് ഈ സൈനോവിയൽ സ്തരം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ദ്രാവകമാണ് സൈനോവിയൽ ദ്രവം എന്ന് പറയുന്നത്. അപ്പോൾ ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ഈ അസ്ഥികളെ പിടിച്ചു നിർത്തുന്ന ഭാഗമാണ് ഈ ലിഗമെന്റ് എന്ന് പറയുന്നത്. രണ്ട് അസ്ഥികളെയും ബന്ധിപ്പിച്ച് ലിഗമെന്റുകൾ കാണപ്പെടുന്നു. ഇതിനുള്ളിലായി കാണപ്പെടുന്ന ക്യാപ്സുൾ അസ്ഥികളുടെ സുഗമമായ ചലനത്തിന് സഹായിക്കുന്നു. ഓരോ അസ്ഥിയുടെയും അഗ്രഭാഗത്തെ പൊതിന് തരുണാസ്ഥി കാണപ്പെടുന്നു. ഇത് അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു. സന്ധിയിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ കാണുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. ഇതും അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു. സൈനോവിയൽ ദ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരത്തിലെ സൈനോവിയൽ കോശങ്ങളാണ്. അത് മറക്കാതെ പഠിച്ചു വയ്ക്കുക. സൈനോവിയൽ സ്തരത്തിലെ സൈനോവിയൽ കോശങ്ങളാണ് സൈനോവിയൽ ദ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സന്ധികളിലെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അതിനു മുമ്പ് പല വിധത്തിലുള്ള സന്ധികളുണ്ട്. ഒന്ന് ഗോളര സന്ധി. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പേര് എന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻസ് ആണ്. ഈ ബോൾ ബിയറിംഗ് കണ്ടിട്ടുണ്ടോ? ബോൾ ബിയറിംഗ് എന്ന് പറയുന്ന പോലെയാണ് ഇതിലും ഗോളര സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ തോളില് അതുപോലെ തന്നെ ഭുജാസ്ഥി എന്നിവ ചേരുന്നിടത്ത് ഇടുപ്പല് തൊടയില് എന്നിവയൊക്കെ കാണപ്പെടുന്ന സന്ധിയാണ് ഈ ഗോളര സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിനു സഹായിക്കാം? ഇത് വന്നിട്ട് എല്ലാവിടേക്കുള്ള മൂവ്മെന്റിന് സഹായിക്കുന്നവയാണ് ഗോളര സന്ധി എന്ന് പറയുന്നത്. ഇത് സന്ധിയിലെ ഗോളാകൃതിയിലുള്ള അഗ്രഭാഗം കപ്പ് പോലുള്ള കുഴിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവയാണ് എന്തെന്ന് പറയുന്നത് ഗോളര സന്ധി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ തൊടയില് ശ്രേണി വലയത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അത് ഗോളര സന്ധിക്ക് ഉദാഹരണമാണ്. ഇനി കീലസന്ധി. കീലസന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടല് കശേരുമായി ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധിയാണ് എന്തെന്ന് പറയുന്നത് കീലസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് സഹായിക്കും? ഇത് നമ്മുടെ മൂവ്മെന്റിന് ശരീരഭാഗത്തെ നാനാവശത്തേക്ക് തിരിക്കാൻ സാധ്യമാക്കുന്നതാണ് ഈ കീലസന്ധി എന്ന് പറയുന്നത്. ഇനി വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി നമുക്ക് എല്ലാവരും ആലോചിച്ചാൽ തന്നെ അറിയാം. നമ്മുടെ വിജാഗിരി എന്ന് പറയുന്നത് എന്താ ചെയ്യുക? നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ കൈമുട്ടും കാൽമുട്ടും ഒരു ഭാഗത്തേക്ക് മാത്രമേ ചെയ്യാൻ പറ്റുക, മറക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൈ വയ്ക്കുക, ഇങ്ങോട്ട് മറക്കാൻ പറ്റും. അത് നമുക്ക് ഇങ്ങോട്ട് മറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ വിജാഗിരി അതുപോലെ തന്നെ ഒരു ഭാഗത്തേക്കാണ് തുറക്കാൻ പറ്റുക. അങ്ങനെയുള്ള സന്ധികളെയാണ് എന്ത് പറയുക? വിജാഗിരി സന്ധികൾ എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് കൈമുട്ട്, കാൽമുട്ട് എന്നിവ. പിന്നെ ഉള്ള എക്സാമ്പിളാണ് പരിയാണ സന്ധി. അല്ലെങ്കിൽ സാഡിൽ ജോയിന്റ്. അതെന്തിനാണ്? തള്ളവിരലിൽ കാർപ്പലിന്റെയും മെറ്റാകാർപ്പലിന്റെയും ഇടയിൽ കാണപ്പെടുന്ന സന്ധിയാണ് പരിയാണ സന്ധി. എന്താണ്? തള്ളവിരൽ കാർപ്പലിന്റെയും മെറ്റാകാർപ്പലിന്റെയും ഇടയിൽ കാണപ്പെടുന്ന സന്ധിയാണ് പരിയാണ സന്ധി എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് തെന്നി നീങ്ങുന്ന സന്ധി. ഈ തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് അസ്ഥികളുടെ ഏതാണ്ട് പരന്ന അഗ്രങ്ങൾ തമ്മിൽ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധിയാണ് ഈ തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുന്നത്. രണ്ട് അസ്ഥികളുടെ പരന്ന അഗ്രങ്ങൾ തമ്മിൽ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. ഇവ കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇത് എന്തിനെ സഹായിക്കുക? ചെറിയ ചലനങ്ങൾക്ക് സഹായിക്കുന്നവയാണ് ഈ തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ നോക്കാനുണ്ട്. ഒന്ന് ഹൈഡ്രോസ്കെൽട്ടൺ, ചട്ടക്കൂട്ടലിലെ വൈവിധ്യം. അതായത് പല ജീവികളിലും പലതരത്തിലുള്ള സ്കെൽട്ടണുകളുണ്ട്. അപ്പോൾ ഹൈഡ്രോസ്കെൽട്ടൺ, മണ്ണിരയുടെ ശരീരത്തിനുള്ളിൽ ദ്രവം നിറഞ്ഞു നിൽക്കുന്ന അറകളുണ്ട്. ശരീരാകൃതി നിലനിർത്തുന്നതിനും സഞ്ചാരത്തിനും ജലമാണ് ഇവിടെ ഉപാധി. ഈ സംവിധാനം പൊതുവെ ഹൈഡ്രോസ്കെൽട്ടൺ എന്നറിയപ്പെടുന്നു. ഹൈഡ്ര, ഒച്ച് എന്നിവയിലും ഹൈഡ്രോസ്കെൽട്ടൺ ചലനത്തിന് സഹായിക്കുന്നു. ഇനി ബാഹ്യസ്ഥികൂടം, നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ് ഇതൊക്കെ. ബാഹ്യസ്ഥികൂടം പറഞ്ഞാൽ എക്സോസ്കെൽട്ടൺ. ഞണ്ട്, കക്ക, ചിപ്പി എന്നീ ജന്തുക്കളിൽ കാണപ്പെടുന്ന കാൽസ്യം കാർബണേറ്റ് മുഖ്യ ഘടകമായ കാഠിന്യമുള്ള പുറന്തോടും പുൽച്ചാടി, പാറ്റ എന്നിവയിലെ കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബാഹ്യാവരണവും ബാഹ്യാസ്ഥികൂടമാണ്. ഇവ പേശികളെ ഉചിത സ്ഥാനങ്ങളിൽ ബന്ധിപ്പിച്ച് ചലനത്തിനും സഞ്ചാരത്തിനും ശരീര സംരക്ഷണത്തിനും സഹായിക്കുന്നു. ആന്തരാസ്ഥികൂടം അല്ലെങ്കിൽ എൻഡോസ്കെൽട്ടൺ, മനുഷ്യനുൾപ്പെടെ നട്ടലുള്ള ജീവികളിൽ തരുണാസ്ഥി, അസ്ഥി എന്നിവ കൊണ്ടുള്ള ചട്ടക്കൂടാണുള്ളത്. ശരീരത്തിന് ആകൃതി നൽകുകയും അവയവത്തെ സംരക്ഷിക്കുകയും ചലനത്തിനും സഞ്ചാരത്തിനും സഹായിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനം ആന്തരാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. ഇനി ശരീര വളർച്ചയും അസ്ഥികളുടെ വികാസവും. കുട്ടിക്കാലത്തെയും കൗമാരത്തിലെയും വളർച്ച അസ്ഥിവ്യവസ്ഥയുടെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അസ്ഥികളിൽ കാൽസ്യം എത്തിച്ചേരേണ്ടത് അസ്ഥികളുടെ കാഠിന്യവും ശക്തിയും ഉറപ്പുവരുത്താൻ അത്യാവശ്യമാണ്. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളായ പാലും പാലുൽപ്പന്നങ്ങളും, അതായത് തൈര്, വെണ്ണ, മത്സ്യങ്ങളും ഇലക്കറികളും അതുപോലെ കുമ്പളങ്ങ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, പടവലങ്ങ,
ചാമ്പയ്ക്ക, ഇവയെല്ലാം എന്താണ്, ഇവയിലെല്ലാം കാൽസ്യം ഒരുപാടുണ്ട്. അതുപോലെ മത്സ്യങ്ങൾ, ഇലക്കറികൾ, മുട്ട, പാല് ഈ പ്രായത്തിൽ ധാരാളം കഴിക്കേണ്ടതുണ്ട്. കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് വിറ്റാമിൻ ഡി ആവശ്യമാണ്. നമ്മളിത് ഓൾറെഡി സംസാരിച്ചാണ്, ഒന്നും കൂടി വായിക്കുന്നുള്ളൂ. ത്വക്കിൽ സ്വാഭാവികമായി വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സൂര്യപ്രകാശം ഏൽക്കുന്നതിന് ഉതകുന്ന കളികളിൽ ഏർപ്പെടാം. മുട്ട, കൊഴുപ്പുള്ള മത്സ്യം, മത്തി, അയല എന്നിവ വിറ്റാമിൻ ഡിയുടെ നല്ല ഉറവിടങ്ങളാണ്. അസ്ഥി വികാസത്തിന് പ്രോട്ടീൻ അത്യാവശ്യമായതിനാൽ ഇറച്ചി, ബീൻസ്, പയർ തുടങ്ങിയവ ആഹാരത്തിൽ സമൃദ്ധമായി ഉൾപ്പെടുത്താം. പ്രായമാകുന്നതോടെ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നത് എല്ലുകളെ കൂടുതൽ ദുർബലമാക്കുകയും ഒടിവുകൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. അസ്ഥികളുടെ ശോഷണം തടയുന്നതിൽ പോഷകാഹാരത്തിന് നിർണായക പങ്കുണ്ട്. ഇനി വൈറ്റൽ കപ്പാസിറ്റി നമ്മൾ ഓൾറെഡി ശ്വാസകോശം എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ശക്തമായിട്ട് ഉച്ഛ്വസിക്കണം, അതായത് ഉള്ളിലേക്ക് വലിക്കണം, അതിനുശേഷം ശക്തമായിട്ട് വായുവിനെ പുറത്തുവിടുക, അല്ലെങ്കിൽ നിശ്വസിക്കണം. ആ ഒരു സമയത്ത് പുറത്തുവിടുന്ന വായുവിന്റെ ആകെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായുവിന്റെ അളവാണ് എന്തെന്ന് പറയുന്നത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് സാധാരണ 4.5 ലിറ്ററാണ് ആണുങ്ങളിൽ, സ്ത്രീകളിൽ 3 ലിറ്ററുമാണ്. വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നത് എന്താണ്, ശ്വാസകോശ രോഗങ്ങളുടെ സൂചനയാകാം. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായുവിന്റെ അളവാണ് എന്തെന്ന് പറയുന്നത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതെങ്ങനെ മെഷർ ചെയ്യുക, ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വായുവിന്റെ ആകെ അളവാണ് എന്തെന്ന് പറയുന്നത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അസ്ഥികളിലെ എന്തൊക്കെ പ്രോബ്ലങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തേത് ഓസ്റ്റിയോപൊറോസിസ് പറഞ്ഞാൽ അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥികളുടെ കാഠിന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ, കാൽസ്യം, വിറ്റാമിൻ ഡി എന്നിവയുടെ അഭാവം ഈ രോഗാവസ്ഥയ്ക്ക് ഇടയാക്കുന്നു. അപ്പോൾ എന്താണ് ഓസ്റ്റിയോപൊറോസിസ്? അസ്ഥിഭാഗങ്ങൾ നശിക്കുക, അതുപോലെ സുഷിരങ്ങൾ രൂപപ്പെടുക, പൊടിയുന്ന അവസ്ഥയാണ്, ഈ അസ്ഥികൾ പൊടിയുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, അസ്ഥിക്ഷയം അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ്, പിന്നെ അതുപോലെ തന്നെ ഈസ്ട്രജൻ ഹോർമോണിന്റെ കുറവ്, അതുപോലെ അത് സ്ത്രീകളിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഉപഭോഗ പ്രവർത്തനങ്ങളുടെ തകരാറ്, ഇതൊക്കെ ഓസ്റ്റിയോപൊറോസിസിന് കാരണമാകും. ഇനി അടുത്തതാണ് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന വ്യവസ്ഥ ചിലരിൽ തരുണാവസ്ഥയെയും സൈനോവിയൽ സ്ഥലങ്ങളെയും നശിപ്പിച്ചേക്കാം. അപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന വ്യവസ്ഥ ചിലരിൽ തരുണാസ്ഥയെയും സൈനോവിയൽ സ്ഥലത്തെയും നശിപ്പിച്ചേക്കാം. ഇത് സന്ധികളിൽ അസഹ്യമായ വേദനയും നീർവീക്കവും ഉണ്ടാകുന്നു. ഈ വൈകല്യം ഏറ്റവും കൂടുതൽ കാണുക ആർക്കാണ്, സ്ത്രീകളിലാണ് കാണപ്പെടുക. അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതായത് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആർക്കാണ് കൂടുതലായിട്ട് കാണപ്പെടുക, സ്ത്രീകളിലാണ് കാണപ്പെടുക. ഇതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈസ്ട്രജന്റെ പ്രശ്നമാണ്, രണ്ടാമത്തത് കാലം പഴങ്ങുന്തോറും ഈ അസ്ഥികളിലെ ബലക്കുറവ്, അത് സ്ത്രീകളിൽ കൂടുതൽ അഫക്റ്റ് ആവും. അങ്ങനെയാണ് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കൂടുതലായിട്ട് ഈ സ്ത്രീകൾക്കായിട്ട് കാണപ്പെടുക. അതില്ലാതെ പേശിക്ഷയം, പല കാരണങ്ങൾ കൊണ്ട് പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണ് ഈ പേശിക്ഷയം എന്ന് പറയുന്നത്. പേശികൾ ദുർബലമാകുന്നു. സാധാരണയായി ആൺകുട്ടികളിലാണ് കാണപ്പെടുന്നത്. ജീനുകളിലുള്ള മാറ്റമാണ് ഇതിന്റെ പ്രധാന കാരണം. അപ്പോൾ ജനിതക അപാകതകൾ മൂലം അസ്ഥിപേശികൾക്ക് കാലക്രമേണ ഉണ്ടാകുന്ന ക്ഷയമാണ് പേശി ക്ഷയം എന്ന് പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷ് പേരാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ഇനി ഉളുക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സന്ധിയിലെ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന ലെഗമെന്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നുണ്ടാകുന്ന പരിക്കാണ് ഉളുക്ക് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി കണ്ണങ്കാൽ, കൈത്തണ്ട, കാൽമുട്ടുകൾ തുടങ്ങിയവയിലെ സന്ധികളെ ബാധിക്കുന്നു. വേദന, വീക്കം, ചതവ്, സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഉളുക്കിന്റെ ലക്ഷണങ്ങൾ. അസ്ഥിഭംഗം ഇവിടെ എഴുതുന്നുണ്ട്. അസ്ഥികൾ പൊട്ടുന്ന അവസ്ഥയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ആഘാതമേൽക്കുകയോ അല്ലെങ്കിൽ വീഴുകയോ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് ഈ അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ഈ അസ്ഥിഭംഗം എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ലഘുവായിട്ട് ഭംഗം സംഭവിക്കുന്നതാണ് ലഘുഭംഗം എന്ന് പറയുന്നത്. അസ്ഥിക്ക് മാത്രം പൊട്ടലുണ്ടാകുന്നതാണ് ലഘുഭംഗം എന്ന് പറയുന്നത്. അതേസമയം വിഷമഭംഗം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊട്ടുന്നതാണ് വിഷമഭംഗം എന്ന് പറയുന്നത്. ഇത് അസ്ഥികൾ മാത്രമല്ല, കൂടെ എന്തൊക്കെ സംഭവിക്കാം, കൂടെയുള്ള മാംസത്തിനും ഭംഗം സംഭവിക്കുന്നതാണ് വിഷമഭംഗം എന്ന് പറയുന്നത്. ഈ അസ്ഥിഭംഗമൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ സ്ലിങ് ഇടുക അല്ലെങ്കിൽ അതുപോലെ സ്പ്ലിന്റ്, ബാൻഡേജ് ഇടുക, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്.
ഈ സ്പ്ലിന്റ് ഇടുന്നത് എന്താണ്? സ്പ്ലിന്റ് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മരമോ അല്ലെങ്കിൽ ഈ കറക്റ്റായിട്ട് നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഹമോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് അതിനുശേഷം കറക്റ്റായിട്ട് അതിനെ നിവർത്തി നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റിനാണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് സ്പ്ലിന്റ് എന്ന് പറയുക. അതുപോലെ സ്ലിംഗ് ഉണ്ട്, ബാൻഡേജ് ഉണ്ട്, അത് നോക്കി വയ്ക്കുക. പിന്നെയുള്ള കാര്യമാണ് അസ്ഥിഭംഗം പറഞ്ഞു. പിന്നെ അസ്ഥിഭ്രംശം. അസ്ഥിഭ്രംശം എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥികൾ സ്ഥാനം തെറ്റുന്നതാണ് ഈ അസ്ഥിഭ്രംശം എന്ന് പറയുന്നത്. ഭംഗം പറഞ്ഞാൽ പൊട്ടുക എന്നുള്ളത്, ഭ്രംശം എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ നിന്ന് മാറുന്നതാണ് ഭ്രംശം എന്ന് പറയുന്നത്. പേച്ചി ക്ഷയം പഠിച്ചു. ടെറ്റനി. ടെറ്റനിന്റെ മലയാളം എന്താണ്? ക്ഷതപാതമാണ്. കാൽസ്യം അയോണുകൾ ശരീരദ്രവ്യത്തിൽ കുറയുമ്പോൾ പേശികൾ പെട്ടെന്ന് സങ്കോചം ചെയ്യുന്ന അവസ്ഥയാണ് ക്ഷതപാതം എന്ന് പറയുന്നത്. എന്താണ് ക്ഷതപാതം അല്ലെങ്കിൽ ടെറ്റനി എന്ന് പറയുന്നത്? കാൽസ്യം അയോണുകൾ ശരീരത്തിൽ കമ്മിയാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പേശികൾ വേഗതയിലും തീക്ഷ്ണമായും സങ്കോചിക്കുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ക്ഷതപാതം അല്ലെങ്കിൽ ടെറ്റനി എന്ന് പറയുന്നത്. പിന്നെയാണ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതം. സന്ധികൾക്കുണ്ടാകുന്ന വാദമാണ് സന്ധിവാതം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നത്? തരുണാസ്ഥി വലയത്തിനുണ്ടാകുന്ന തകരാറുകൾ മൂലം ഈ സന്ധികൾക്കുണ്ടാകുന്ന വീക്കമാണ് എന്തെന്ന് പറയുന്നത്? സന്ധി വീക്കം എന്ന് പറയുന്നത്. പിന്നെ ഉളുക്ക്. ഉളുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ സന്ധിയിലെ അസ്ഥികൾ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റുകൾ എന്ത് സംഭവിക്കുന്നത്? അത് പൊട്ടുന്നതാണ്. പൊട്ടിയിട്ടുണ്ടാകുന്ന പരിക്കാണ് ഉളുക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് രക്തവാതം. രക്തവാതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പരരൂപത്തിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്ന മൂലം സന്ധികൾക്കുണ്ടാകുന്ന നീർവീക്കത്തെയാണ് എന്തെന്ന് പറയുന്നത്? രക്തവാതം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് രക്തവാതം? പരരൂപത്തിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് മൂലം സന്ധികൾക്കുണ്ടാകുന്ന വാദമാണ് ഈ രക്തവാതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്ധികളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊന്ന് ഡിസ്ക് തെറ്റൽ. ശരീരത്തിന് താങ്ങ് നൽകുന്നതിനോടൊപ്പം സുഷുമ്നയ്ക്ക് സംരക്ഷണം നൽകുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നട്ടെല്ല് എന്ന് പറയുന്നത്. നട്ടെല്ലിലെ ഓരോ അസ്ഥിയെയും കശേരു അല്ലെങ്കിൽ വെർട്ടിബ്ര എന്ന് വിളിക്കുന്നു. രണ്ട് കശേരുകൾക്കിടയിൽ ജെല്ല് പോലുള്ള വസ്തു നിറഞ്ഞ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന സവിശേഷ ഭാഗം കാണപ്പെടുന്നു. ഇവ എന്ത് ചെയ്യും? ഇവ നട്ടെല്ലിന് വഴക്കം നൽകുന്നതിനോടൊപ്പം ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. കുനിയുക, നിവരുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ നമ്മെ പര്യാപ്തമാക്കുന്നത് ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിന്റെ സാന്നിധ്യമാണ്. ശരീരഭാരത്തെ നട്ടെല്ലിലുടനീളം തുല്യമായി വിതരണം ചെയ്യുന്നതും ഈ ഡിസ്കുകളാണ്. കശേരുക്കളുടെ തേയ്മാനം, പെട്ടെന്നുള്ള ആഘാതം, നട്ടെല്ലിന് ആവർത്തിച്ചുള്ള ആയാസം എന്നിവ മൂലം ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിന്റെ ഉള്ളിലുള്ള ജെല്ല് പോലുള്ള ഭാഗം പുറത്ത് തള്ളാനിടവരും. ഈ അവസ്ഥയാണ് ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്നത്? ഈ നട്ടലിന്റെ അടിയിലുള്ള ജെല്ല് പോലെ ഉള്ള വസ്തുവാണ് ഈ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവ എന്തെങ്കിലും കാരണം കൊണ്ട് എന്ത് സംഭവിക്കും? പെട്ടെന്നുള്ള ആഘാതം അല്ലെങ്കിൽ നട്ടലിന് ആവർത്തിച്ചുള്ള ആയാസം മൂലം ഇവ എന്ത് ചെയ്യും? ഇവ വെളിയിലേക്ക് വരും. ഈ ഒരു അവസ്ഥയാണ് ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്നത്. ഈ തള്ളൽ സുഷുമ്നാ നാഡികളിൽ സമ്മർദ്ദം ചെലുത്തുന്നതോടെ ശരീരഭാഗങ്ങളിൽ വേദനയും മരവിപ്പും ഉണ്ടാകും. ഇത് ഗുരുതരമായ കഠിനമായ നടുവേദന, കാലുകളിൽ ബലക്കുറവ്, സംവേദനക്ഷമത നഷ്ടപ്പെടൽ എന്നിവയ്ക്ക് കാരണമാകും. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ഒടിവുകൾ, സ്ഥാനഭ്രംശങ്ങൾ, മുഴകൾ, അസ്ഥികളെ ബാധിക്കുന്ന മറ്റു തകരാറുകൾ എന്നിവയെ കൃത്യമായ നിർണയത്തിന് എക്സ്റേ സാങ്കേതിക വിദ്യയാണ് ഏറെക്കാലമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അൾട്രാസൗണ്ട് സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെങ്കിൽ MRI. അപ്പോൾ MRIയുടെ ഫുൾ ഫോം എന്താണ്? അതും നമ്മളിങ്ങനെ വായിക്കുമ്പോൾ തന്നെ പഠിക്കണം. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, CT എന്നിവ വിവിധ രോഗനിർണയത്തിനുള്ള ആധുനിക സാങ്കേതിക വിദ്യകളാണ്. ഈ മേഖല മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നറിയപ്പെടുന്നു. മേഖല എന്താ പറയപ്പെടുന്നത്? മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഈ അസ്ഥികളെ കുറിച്ച് മൊത്തമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അസ്ഥികളെ കുറിച്ച് നമുക്ക് ഒന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കിയാലും. അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി എന്ന് പറയുന്നത്. എക്സോസ്കെൽട്ടൻ ഉണ്ട്, എൻഡോസ്കെൽട്ടൻ ഉണ്ട്. ശരീരത്തിൽ പുറത്തുള്ള സ്കെൽട്ടന് എക്സോസ്കെൽട്ടൻ എന്നും ഉള്ളിലുള്ളതിന് എൻഡോസ്കെൽട്ടൻ എന്ന് പറയും. നമ്മുടെ എല്ലാം എൻഡോസ്കെൽട്ടൻ ആണ്. അതേസമയം മറ്റു ജീവികളിൽ, അതായത് ഇപ്പോൾ ഞണ്ട്, ഒച്ച്, വണ്ട് ഇവയിലെല്ലാം എക്സോസ്കെൽട്ടൻ ഉണ്ട്. ഈ മനുഷ്യാസ്ഥികൂടത്തിന് രണ്ടായിട്ട് തരംതിരിക്കാം. അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധ അസ്ഥികൂടമെന്നും. അക്ഷാസ്ഥികൂടം ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്ന അസ്ഥികൾ ഉൾക്കൊള്ളുന്നവയാണ്. ഇവ ശരീരത്തിന് ആകൃതി നൽകുന്നവയാണ്. അനുബന്ധ അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെയാണ് ഇവ ഉൾക്കൊള്ളുന്നത്. മൊത്തം 206 അസ്ഥികളുണ്ട്. ഇവയിൽ 80 കേന്ദ്ര അക്ഷാസ്ഥികൂടം അല്ലെങ്കിൽ ആക്സിയൽ സ്കെൽട്ടനും ഈ 126 അനുബന്ധ അസ്ഥികൂടം അല്ലെങ്കിൽ അപ്പൻഡിക്കുലർ സ്കെൽട്ടനുമുണ്ട്. തലയോട് 29, മാറലിൽ 1, വാരിയലിൽ 12, 24, നട്ടലിൽ 26 എന്തുണ്ട്? അക്ഷാസ്ഥികൂടമുണ്ട്.
അനുബന്ധ അസ്ഥി കൂട്ടത്തിൽ എത്ര ഉണ്ട്? മൊത്തം 126 ഉണ്ട്. തോൾ വലയത്തിൽ 4 ഉണ്ട്. ശ്രോണി വലയത്തിൽ 2 ഉണ്ട്. കൈകളിൽ 30x2 60 ഉണ്ട്. കാലുകളിൽ 30x2 60 ഉണ്ട്. ഇനി കൈകളിലുള്ളവയൊക്കെയാണ് ഏതൊക്കെയാണ്? ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പസ്, മെറ്റാകാർപ്പസ്, ഫാലഞ്ചസ്. ഹ്യൂമറസ് എന്ന് പറയുന്നത് തോളിൽ, കൈന്റെ തോളിലാണ്. ഈ റേഡിയസ്, അൾന ഈ കണ്ണം കൈയിലാണ്. ബാക്കിയുള്ളത് കാർപ്പസ്, മെറ്റാകാർപ്പസ്, ഫാലഞ്ചസ് ആണ്. ഇനി നമ്മുടെ കാലുകളിൽ എടുത്താലോ? ഫീമർ, ഫിബുല, ടിബിയ, ടാർസൽസ്, മെറ്റാടാർസൽസ്, ഫാലഞ്ചസ്. മുട്ടുചട്ടനും പറ്റില്ല എന്നറിയപ്പെടുന്നത്. ഈ ശ്രോണി വലയത്തിൽ കോക്സിക് ഉള്ള അസ്ഥികളാണുള്ളത്. ഈ കോക്സിക് അസ്ഥി എന്തൊക്കെയാണ്? ഈ 3 അസ്ഥികൾ ചേർന്നിട്ടാണ് ഈ ഒരു അസ്ഥി ഉണ്ടാക്കിയിരിക്കുന്നത്. അവ ഏതൊക്കെയാണ്? ഇലിയം, ഇഷ്യം, പ്യൂബിസ് ആണ്. പിന്നെ അറിയാനുള്ള മാറൽ ഒന്നുണ്ട്. ഈ വാരിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 12x2 24 ഉണ്ട്. ഇവ എന്തിനെ സഹായിക്കുന്നു? ഇവ ഈ ഹൃദയത്തെയും അതുപോലെ ശ്വാസകോശത്തെയും പൊതിഞ്ഞിട്ടാണ് വാരിയൽ ഉള്ളത്. പിന്നെ കീഴ്ത്താടിയിലെ എല്ലാണ് ഏറ്റവും ശക്തമായ എല്ല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ എല്ല് എന്ന് പറയുന്നത് ഫീമറാണ്, അല്ലെങ്കിൽ തുടയലാണ്. ഏറ്റവും ചെറിയ എല്ല് എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ആണ്. നട്ടല് ഈ ഓരോ അസ്ഥിനെയും നമ്മൾ പറയുന്നത് കശേരുക്കൾ എന്നാണ്. ഏറ്റവും മുകളിലുള്ള കശേരുവാണ് അറ്റ്ലസ്, ഏറ്റവും താഴെയുള്ളതാണ് കോക്സിക്സ് എന്ന് പറയുന്നത്. പിന്നെ ക്ലാവിക്കിളും സ്കാപ്പുലയും ഉണ്ട്. ഈ തോളിൽ കാണപ്പെടുന്ന എല്ലുകളാണ് ക്ലാവിക്കിളും സ്കാപ്പുല എന്ന് പറയുന്നത്. അവ 2 എണ്ണമാണ് ഉള്ളത്. ഈ ക്ലാവിക്കലിനെ നമ്മൾ എന്തൊക്കെ പറയും? ഹൊറിസോണ്ടൽ ബോണ്, അതുപോലെ തന്നെ കീ ബോണ്, അതുപോലെ ലിറ്റിൽ കീ, കോളർ ബോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഈ ക്ലാവിക്കിളാണ് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. ഇനി അടുത്ത് എന്താ പറയുന്നത്? നമ്മുടെ ഓസ്റ്റിയോസൈറ്റുകൾ, ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ എന്നീ 2 സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ അസ്ഥികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാൽസ്യം കാർബണേറ്റും കാൽസ്യം ഫോസ്ഫേറ്റുമാണ് എന്നീ ലവണങ്ങൾ കൊണ്ടാണ്, എന്നീ സംയുക്തങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കാൽസ്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂല്യമാണ്. അവ ഉള്ളത് ഏതിലൊക്കെയാണ് ഉള്ളത്? മുട്ട, പാലിലുണ്ട്, അതുപോലെ തന്നെ ഇറച്ചിയിലുണ്ട്, പടവലങ്ങയിലുണ്ട്, കുമ്പളങ്ങയിലുണ്ട്. അങ്ങനെയുള്ളതിലെല്ലാം കാൽസ്യങ്ങളുണ്ട്. ഈ കാൽസ്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കാൽസ്യത്തെ ആഗിരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. അത് നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ത്വക്കുകളാണ് ഉണ്ടാക്കുക. ഈ അസ്ഥികളുടെ ഘടന നോക്കിയാൽ നമുക്കറിയാം. അസ്ഥികൾക്ക് പൊതിഞ്ഞിരിക്കുന്ന ആവരണമാണ് പെരിയോസ്റ്റിയോസിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോബ്ലാസ്റ്റിസ് കോശങ്ങളുണ്ട്. അവ എന്തിനൊക്കെ സഹായിക്കുന്നത്? കേടുപാടുകൾ പരിഹരിക്കാൻ, ധാതുക്കളെ നിക്ഷേപിച്ച എല്ലുകളെ ശക്തവും ദൃഢമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് എന്താണ്? അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെ തരുണാസ്ഥി, അസ്ഥികളെക്കാൾ മൃദുവായതും വഴക്കമുള്ള യോജകലയാണ് തരുണാസ്ഥി എന്ന് പറയുന്നത്. ഈ അസ്ഥികളുടെ അറ്റത്തായിട്ടാണ് സാധാരണ കാണുന്നത്. വാരികളുടെ അഗ്രങ്ങളിൽ, നട്ടലുകളുടെ കശേരുകൾക്കിടയിൽ, ചെവിക്കൊട, മൂക്കിന്റെ അഗ്രഭാഗം, ശ്വസനനാളം, ഇവയിലൊക്കെ എന്ത് കാണപ്പെടുന്നു? ഈ അഗ്രഭാഗങ്ങളിലൊക്കെ ഈ തരുണാസ്ഥികൾ കാണപ്പെടുന്നു. അസ്ഥിസന്ധികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ജോയിന്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒന്ന് ലിഗമെന്റ് അല്ലെങ്കിൽ സ്നായുക്കൾ എന്ന് പറയുന്നത് എന്താണ്? ഈ അസ്ഥികളെ ദൃഢമായി സ്ഥാനഭ്രംശം വരുത്താതെ പൊതിഞ്ഞ് പിടിച്ചു നിർത്തുന്ന സ്നായുക്കളെയാണ് ലിഗമെന്റ് അല്ലെങ്കിൽ സ്നായുക്കൾ എന്ന് പറയുന്നത്. ഈ ഉറച്ച ഭാഗത്തിനാണ് ലിഗമെന്റ് അല്ലെങ്കിൽ സ്നായുക്കൾ എന്ന് പറയുന്നത്. ക്യാപ്സുൾ പറഞ്ഞാൽ എന്താണ്? ഈ സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ക്യാപ്സുൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ സന്ധികളുടെ അറ്റത്ത് കാണുന്ന അതിർവരമ്പായിട്ട് കാണപ്പെടുന്ന സ്ഥലമാണ് സൈനോവിയൽ സ്ഥലം എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലുള്ള ദ്രവമാണ് സൈനോവിയൽ ദ്രവം എന്ന് പറയുന്നത്. ഈ സൈനോവിയൽ ദ്രവം എന്തിനെ സഹായിക്കുന്നു? ഈ ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തരുണാസ്ഥി എന്ന് പറയുന്നത് ഈ അറ്റത്ത് കാണപ്പെടുന്ന അസ്ഥികളാണ് ഈ തരുണാസ്ഥി എന്ന് പറയുന്നത്. ഇവയും ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ്. ഇങ്ങനെയാണ് 2 അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. ചട്ടക്കൂടിലെ വൈവിധ്യം, ഈ ഹൈഡ്രോസ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളമാണ്. ഈ ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകള് അവ സ്കെൽട്ടനായിട്ട് ആകൃതിയും അതുപോലെ തന്നെ ചലനത്തിനും അതുപോലെ ശരീരാകൃതി നിലനിർത്താനും സഹായിക്കുന്നവയാണ് ഈ ഹൈഡ്രോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. മണ്ണിര, അതുപോലെ ഹൈഡ്ര, ഒച്ച്, ഇവയിലെല്ലാം ഈ ഹൈഡ്രോസ്കെൽട്ടനാണ് ഇതിന് സഹായിക്കുന്നത്. അതേസമയം ബാഹ്യസ്ഥികൂടം പറഞ്ഞാൽ ഞണ്ട്, കക്ക തുടങ്ങിയവയിലൊക്കെ വെളിയിൽ കാണപ്പെടുന്ന ആവരണമാണ് സ്കെൽട്ടനാണ് ബാഹ്യസ്ഥികൂടം എന്ന് പറയുന്നത്. ശരീരത്തിനുള്ളിലാണ് എൻഡോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. തരുണാസ്ഥി നമ്മൾ പറഞ്ഞു, ഇത് പറഞ്ഞു. ഇനി അടുത്തത് 2 അസ്ഥികളെയും ബന്ധിപ്പിച്ച് ലിഗമെന്റുകൾ കാണപ്പെടുന്നു. ഇതിനുള്ള കാണപ്പെടുന്ന ക്യാപ്സുൾ അസ്ഥികളുടെ സുഗമമായ ചലനത്തിന് സഹായിക്കുന്നു. ഓരോ അസ്ഥിയുടെയും അഗ്രഭാഗത്തെ പൊതിഞ്ഞ് തരുണാസ്ഥി കാണപ്പെടുന്നു. ഇത് അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു. പിന്നെ സൈനോവിയൽ ദ്രവമുണ്ട്. സന്ധികളിലെ 2 അസ്ഥികൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം എന്ന് പറയുന്നത്. ഇതും അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു. പിന്നെ സൈനോവിയൽ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്ന അവിടെ നിന്നാണ് സൈനോവിയൽ സ്ഥലത്ത് നിന്നാണ് സൈനോവിയൽ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മുട്ട, കൊഴുപ്പുള്ള മത്സ്യം എന്നിവ വിറ്റാമിൻ ഡിയുടെ നല്ല ഉറവിടങ്ങളാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് പറഞ്ഞു. പിന്നെ വിവിധ തരത്തിലുള്ള സന്ധികളുണ്ട്. ഒന്ന് ഗോളരസന്ധി, ഗോളാകൃതിയുള്ള സന്ധിയാണ് ഗോളരസന്ധി. ഇപ്പോൾ എവിടേക്കും ചലിക്കാൻ പറ്റുന്നതാണ് ഗോളരസന്ധികൾ എന്ന് പറയുന്നത്. നമ്മുടെ എവിടെയൊക്കെയാണ് ഗോളരസന്ധികൾ ഉണ്ടാവുക?
ശ്രോണി വലയത്തിൽ നമ്മുടെ അസ്ഥികൾ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് ഗോളകസന്ധിയാണുള്ളത്. കീലസന്ധി എന്ന് പറയുന്നത് തലയോട് നമ്മുടെ നട്ടലുമായിട്ട് ചേരുന്ന ഭാഗമാണ് കീലസന്ധി എന്ന് പറയുന്നത്. വിജാഗിരി പോലെയുള്ള ആക്ട് ചെയ്യുന്നതാണ് വിജാഗിരി സന്ധി. കാൽമുട്ടലിയാണ് വിജാഗിരി സന്ധി. പരിയാണ സന്ധി എന്ന് പറഞ്ഞാൽ തള്ളവിരലിന്റെ കാർപ്പലിന്റെയും മെറ്റാകാർപ്പലിന്റെയും ഇടയിൽ കാണപ്പെടുന്ന സന്ധിയാണ് പരിയാണ സന്ധി എന്ന് പറയുന്നത്. തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നവയാണ് എന്തെന്ന് പറയുന്നത് തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുന്നത്. പിന്നെ വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് പറഞ്ഞു. ശ്വസിക്കാൻ ഒരു വ്യക്തി കഴിയുന്ന പരമാവധി വായുവിന്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് ഏകദേശം പുരുഷന്മാരിൽ 4.5 സ്ത്രീകൾ 3 ലിറ്ററുമാണ്. പിന്നെ അസ്ഥികൾക്ക് സംഭവിക്കുന്ന വിവിധ തരം പ്രശ്നങ്ങളാണ് ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസ് പറഞ്ഞാൽ പോറസ് പറഞ്ഞാൽ കുഴിയുണ്ടാവുക, അതുപോലെ പൊടിയുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് പറഞ്ഞാൽ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഇത് എന്ത് സംഭവിക്കും, അസ്ഥികളുടെ കാഠിന്യം നഷ്ടപ്പെട്ടിട്ട് പൊടിയാവുക അല്ലെങ്കിൽ ഹോളാവുക ഉണ്ടാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഇനി റോമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന വ്യവസ്ഥ. ചിലരിൽ എന്ത് സംഭവിക്കാം, തരുണാസ്ഥിയെയും സൈനോവിയൽ സ്ഥലത്തെയും നശിപ്പിച്ചേക്കാം. ഇതാണ് എന്ത് സംഭവിക്കുന്നത് റോമറ്റോയിഡ് ആർത്രൈറ്റിസ്. അപ്പോൾ എന്ത് സംഭവിക്കാം, ഈ ഭയങ്കരമായിട്ട് ഈ വേദന അതുപോലെ നേർവീക്കമൊക്കെ ഉണ്ടാകും. ഇത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പേശിക്ഷയം അതെന്താണ്, മസ്കുലർ ഡിസ്ട്രോഫി എന്നറിയപ്പെടുന്നു. ഈ ജീനുകളിലുണ്ടാകുന്ന തകരാറ് മൂലം പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണ് പേശിക്ഷയം എന്ന് പറയുന്നത്. പേശികൾ ദുർബലമാകുന്നു. അതുപോലെ ഉളുക്ക് എന്ന് പറഞ്ഞാൽ സന്ധിയിലെ അസ്ഥികൾ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നുണ്ടാകുന്ന പരിക്കാണ് ഉളുക്ക് എന്ന് പറയുന്നത്. ഇത് അവിടെ സാധാരണ ഉണ്ടാവുക കണ്ണങ്കാല്, കൈത്തണ്ട, കാൽമുട്ട് എന്ന് തുടങ്ങിയവയിലെ സന്ധികളെയാണ് പൊതുവെ ബാധിക്കുന്നത്. വേദന, വീക്കം, ചതവ്, സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഉളുക്കിന്റെ ലക്ഷണങ്ങൾ. പിന്നെ അസ്ഥിഭംഗം എന്ന് പറഞ്ഞാൽ അസ്ഥി പൊട്ടുന്നവയാണ് അസ്ഥിഭംഗം. ആക്സിഡന്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടൊക്കെ അസ്ഥിഭംഗം സംഭവിക്കാം. ലഘുഭംഗമുണ്ട്, വിഷമഭംഗമുണ്ട്. ലഘുഭംഗം പറഞ്ഞാൽ അസ്ഥികൾ മാത്രം പൊട്ടുന്നതാണ് ലഘുഭംഗം. അതേസമയം വിഷമഭംഗം എന്ന് പറഞ്ഞാൽ ലഘുവും ഈ അസ്ഥികളും അതിന് ചുറ്റുപാടുള്ള മാംസത്തിനും പറ്റുന്ന തകരാറാണ് വിഷമഭംഗം എന്ന് പറയുന്നത്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ സന്ധിവാദമാണ് ആർത്രൈറ്റിസ്. ഇതെന്താണ്, തരുണാസ്ഥി വലയത്തിനുണ്ടാകുന്ന തകരാറ് മൂലം സന്ധികളിലുണ്ടാകുന്ന നീർവീക്കമാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ അസ്ഥിഭ്രംശം എന്ന് പറഞ്ഞാൽ അസ്ഥി പൊട്ടുന്ന മൂലം ഈ സ്ഥാനഭ്രംശം സാധിക്കുന്നതാണ് അസ്ഥിഭ്രംശം എന്ന് പറയുന്നത്. ടെറ്റനി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷതബാധം എന്നറിയപ്പെടുന്നു. ഇതെന്താണ്, കാൽസ്യം അയണുകളുടെ അഭാവം മൂലം ഈ മൂവ്മെന്റ് വളരെ വേഗത്തിലാകുകയും അതുപോലെ പെട്ടെന്ന് സങ്കോചിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ ടെറ്റനി എന്ന് പറയുന്നത്. പിന്നെ രക്തവാദം എന്ന് പറഞ്ഞാൽ പരരൂപത്തിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് മൂലം സന്ധികളിൽ ഉണ്ടാകുന്ന വീക്കമാണ് ഈ രക്തവാദം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ക് തെറ്റലുണ്ട്. ഡിസ്ക് തെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടലിന്റെ അടിയിൽ വിന്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറഞ്ഞ ജെല്ലോ രൂപത്തിലുള്ള ഒരു സവിശേഷ ഭാഗം കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ക്രമമായിട്ടുള്ള ഒരുപാട് ഉള്ള മൂവ്മെന്റ്, അതുപോലെ തന്നെ ആഘാതം, അതുപോലെ ഈ കശേരുക്കളുടെ തേയ്മാനം എന്നിവ കാരണം ഇവ വെളിയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെയാണ് ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്നത്. ഇത് വളരെ അടിയന്തരമായിട്ട് വൈദ്യസഹായം ആവശ്യമുള്ള സാഹചര്യമാണ്. ഇനി അടുത്താണ് സ്ലിങ്, സ്പ്രിന്റ്, ബാൻഡേജ്. ഈ സ്പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ എല്ലുകൾ പൊട്ടുക എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോഹമൊക്കെ വെച്ചിട്ട് അതിന് കറക്റ്റായിട്ട് ആകൃതിയിൽ വെക്കുന്ന ഈ ഒരു ഇതാണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന സാധനമാണ് സ്പ്ലിന്റ് എന്ന് സാധാരണ വിളിക്കാറ്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒടിവുകൾ, സ്ഥാനഭ്രംശങ്ങൾ, മുഴകൾ, അസ്ഥികൾ എന്ന് ബാധിക്കുന്ന മറ്റൊരു തകരാറുകൾ എന്നിവയുടെ നിർണ്ണയത്തിന് എക്സ്റേ സാങ്കേതിക വിദ്യയാണ് ഇതുപോലെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ നമുക്ക് വേറെയൊക്കെ എന്തൊക്കെയുണ്ട്, അൾട്രാസൗണ്ട് സ്കാനുണ്ട്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, ഇവ വിവിധ കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനൊക്കെ അറിയാം, നമ്മൾ വയറിൽ എന്തെങ്കിലുമൊക്കെ ഇതുണ്ട് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഗർഭിണികൾ നമ്മൾ കുട്ടികളുടെ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് ഉപയോഗിക്കുക. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക്കിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് ഉപയോഗിക്കുന്നത്. ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ ഇതിനെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നുള്ള സാങ്കേതിക വിദ്യയാണ് മൊത്തമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്